IPL ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവരുടെ മോശം പ്രകടനം, അതുപോലെ തന്നെ ടീമിലെ ബാലൻസ് ഇല്ലായ്മ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ബാറ്റിങ്ങിനെയും ബോളിങ്ങിനെയും ഒക്കെ വിലയിരുത്തിയിട്ട് പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിലും ടീം പരാജയപ്പെട്ടിരിക്കുകയാണ്. 18 റൺസിനാണ് ചെന്നൈ തോറ്റിരിക്കുന്നത്. അതോടെ IPL ഇത്തവണ കളിച്ച ആദ്യ 5 മത്സരങ്ങളിൽ 4ലും തുടർച്ചയായ 4 പരാജയമാണ് ചെന്നൈ ഏറ്റുവാങ്ങുന്നത്. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഈ മത്സരത്തിൽ ഉൾപ്പെടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഫീൽഡിൽ വരുന്ന മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. ഒരു ദുരന്തം എന്ന് തന്നെയാണ് പല മാധ്യമങ്ങളും ഈ ഒരു മിസ്റ്റേക്കിനെ വിശേഷിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരത്തിൽ വിട്ട 5 ക്യാച്ച് ഉൾപ്പെടെ ഈ സീസണിൽ 11 ക്യാച്ചുകളായി ചെന്നൈ സൂപ്പർ കിങ്സ് വിടുന്നു. 5 ക്യാച്ച് വിട്ട കാര്യത്തിൽ തൊട്ട് പിന്നിലുള്ള ടീമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LSGയും അതുപോലെ തന്നെ പഞ്ചാബുമാണ്. അവർ 6 ക്യാച്ചുകളാണ് തുടർച്ചയായി വിട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരത്തിൽ, അതായത് പഞ്ചാബ് ചെന്നൈ മത്സരത്തിൽ 2 ടീമുകളും ചേർന്ന് ആകെ വിട്ടത് 9 ക്യാച്ചുകളാണ്. ചെന്നൈ 5 ക്യാച്ച്, പഞ്ചാബ് 4 ക്യാച്ചുകൾ. ഏറ്റവും രസകരമായ കാര്യം, ഈ മത്സരം നടന്നതിന് ശേഷം ഋതുരാജ് ഗെയ്ക്വാദ് ഉൾപ്പെടെ അതുപോലെ തന്നെ ഫ്ലമ്മിംഗ് ഉൾപ്പെടെ ടീമിൻ്റെ ക്യാപ്റ്റനും കോച്ചും എല്ലാവരും പറയുന്നത് ഫീൽഡിൽ ടീമിൻ്റെ പ്രകടനം വളരെ മോശമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചില താരങ്ങൾ ബാറ്റും ചെയ്യുന്നില്ല, ഫീൽഡും ചെയ്യുന്നില്ല, ബോളും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഒരു താരമാണ്. ഇത് മാത്രമല്ല, ഈ വിട്ടുകളയുന്ന ക്യാച്ചുകളെല്ലാം മറുവശത്ത് ടീമുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് പറയുന്നത് വെച്ചിട്ട് നമ്മൾ ക്യാച്ച് വിടുന്ന താരങ്ങൾ പിന്നീട് ഒരു 20-30 റൺസോ അടിച്ചെടുത്തിട്ടാണ് അവർ ഔട്ടാവുന്നത് എന്നുള്ളതാണ്. അതിലെടുത്ത് പറയേണ്ട വേറൊരു കാര്യം, 4 മത്സരങ്ങളിൽ ചെന്നൈ പരാജയപ്പെട്ടിട്ടുണ്ട്. ഈ 4 മത്സരങ്ങളിലും മാൻ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള എതിർ താരങ്ങളുടെ ക്യാച്ച് ചെന്നൈ താരങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പറഞ്ഞാൽ തന്നെ ഉണ്ട് ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് എപ്പോഴും ക്രിക്കറ്റിൽ എപ്പോഴും പറഞ്ഞ കാര്യമാണ് ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന്. ഇന്നലെ ഫ്ലമിംഗ് പറഞ്ഞതായാലും നമുക്കറിയാം. അത് ചെന്നൈയുടെ കഴിഞ്ഞ നമുക്ക് ഏഷ്യ കപ്പിലേക്ക് പോയാൽ ന്യൂസിലാൻഡ് ടീം അവരുടെ റണ്ണേഴ്സ് അപ്പ് ആവുന്ന ടീം അവിടെ എത്തുമ്പോഴേക്കും അവർ ഏറ്റവും കൂടുതൽ ബൗളേഴ്സിനേക്കാളും ഒരു ബൗളിങ്ങിൽ ഒരുപടി മുന്നിൽ നിന്നത് ഫീൽഡർമാരായിരുന്നു. 20-30 റൺസിനിടയിൽ അവർ ഡിഫെൻഡ് ചെയ്തിരുന്നു. ആ ഒരു റണ്ണ് സംഭാവന ടീമിന് നൽകുന്നൊരു സംഭാവന, അതായത് ഈ ഡിഫെൻഡ് ചെയ്യുന്നത് വലിയൊരു നേട്ടമാണത് ഫീൽഡിങ്ങിൽ. അത് ക്യാച്ച് അല്ലായിരുന്നു, ഫീൽഡിങ്ങിൽ റൺ സേവ് ചെയ്യുന്നത് ബൗണ്ടറികളിലായാലും സിംഗിളായാലും ഡബിളായാലും വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആ റണ്ണ്, അത് ക്രൂഷ്യലി മാറുവാണ്. ഈ T20 ഫോർമാറ്റിലേക്ക് വരുമ്പം ഓരോ റണ്ണും നിർണായകമാണ്, ഓരോ ക്യാച്ച് നിർണായകമാണ്. അപ്പം ഈ ഒരു മത്സരത്തിൽ ഒരു ടീം 11 ക്യാച്ച് വിട്ടു എന്ന് പറയുമ്പം അത് ഈ ഒരു ക്യാച്ച് വിട്ട താരങ്ങളാണ് മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആവുമെന്ന് പറയുമ്പം അവിടെയുണ്ട് ഈ ചെന്നൈ പോലൊരു ടീമിന്, ഫ്ലമിങ്ങിനെ പോലൊരു പരിശീലകന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു അപകട സൂചന നൽകുന്നത്. ആ ടീം കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. തീർച്ചയായും. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ ഞാൻ പറയുന്നു, പഞ്ചാബ് 4 ക്യാച്ച് വിട്ടു, ചെന്നൈ 5 ക്യാച്ച് വിട്ടു. എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ കാരണം അതിന്റെ മുമ്പ് 2 ക്യാച്ച് മാത്രം വിട്ട ടീമാണ് പഞ്ചാബ്. തീർച്ചയായും. അപ്പം അങ്ങനെ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാം. പക്ഷെ ഞാൻ ഇതായിട്ട് പറയാം, വളരെ കൃത്യമായിട്ട് കണക്ക് പറയുകയാണെങ്കിൽ RCBക്കെതിരെ കളിച്ച മത്സരത്തിൽ, ആ മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആവുന്നത് രജത് പട്ടിദാറാണ്. 17 റൺസ് എടുത്ത് നിൽക്കുന്ന സമയത്ത്, 19 റൺസ് എടുക്കുന്ന സമയത്ത്, 20 റൺസ് എടുക്കുന്ന സമയത്ത് തുടർച്ചയായ 3 ക്യാച്ചുകളാണ് രജത് പട്ടിദാറിൻ്റെ ചെന്നൈ താരങ്ങൾ വിട്ടുകളഞ്ഞതുള്ളതാണ്. അദ്ദേഹം ഔട്ടാവുന്നത് 51 റൺസ് എടുത്തിട്ടാണ് ചെപ്പോക്കിൽ. ആ മത്സരത്തിൽ നിർണായകമായ ഒരു ഇന്നിങ്സ് അദ്ദേഹം കളിക്കുന്നുണ്ട്. രണ്ടാമത് നിതീഷ് റാണയെ വിട്ടുകളയുന്നുണ്ട്. നിതീഷ് റാണയുടെ ക്യാച്ച് ഖലീൽ അഹമ്മദ് വിട്ടുകളയുന്നു. ഇത് വിട്ടുകളഞ്ഞതിന് ശേഷം അദ്ദേഹം 70 റൺസ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അടുത്ത 28 പന്തുകളിൽ. അതായത് ക്യാച്ച് വിടുന്ന സമയത്ത് ആ താരത്തിന് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്. അതെ. പ്രിയാൻഷ് ആര്യനെ കഴിഞ്ഞ മത്സരത്തിൽ 2ാമത്തെ പന്തിൽ തന്നെ ക്യാച്ച് വിടുന്നുണ്ട്. അത് കുറച്ച് ടഫായിട്ടുള്ള ക്യാച്ച് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 35 റൺസ് എടുത്ത് അദ്ദേഹം നിൽക്കുന്ന സമയത്ത് മുകേഷ് ചൗധരി അദ്ദേഹത്തിന്റെ ക്യാച്ച് എടുക്കുന്നുണ്ട്. പക്ഷേ ആ ക്യാച്ച് എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാല് ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. 103 റൺസ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് നോക്കൂ. ആദ്യത്തെ 6 പൊസിഷനിലുള്ള താരങ്ങൾ എല്ലാവരും സിംഗിൾ ഡിജിറ്റിൽ ഔട്ടായിട്ടുണ്ട്. ഒരാൾ ഒറ്റക്ക് ഒരു 3 ഡിജിറ്റ് സ്കോർ നേടുന്നു. ബാക്കിയുള്ള എല്ലാവരും 5 താരങ്ങൾ മറുവശത്ത് സിംഗിൾ ഡിജിറ്റ് സ്കോറിൽ ഔട്ടാവുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ഒരു ഇമ്പാക്ട്, 2 ക്യാച്ച് അദ്ദേഹത്തിന്റെ വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ഈ നേരിട്ട 2ാം പന്തിൽ ക്യാച്ച് മിസ്സായി എന്ന് പറയുമ്പോൾ അവിടെയുണ്ട്
ഇപ്പോൾ സേഫ് പറഞ്ഞാൽ ഹാഫ് ചാൻസ് ആയിരിക്കാം, പക്ഷേ ആ ചാൻസ് അവസരമാക്കി മാറ്റി നടത്താണ് ടീമിന് വിജയം വരുന്നത്. ജഡേജ പോലുള്ള താരങ്ങളുള്ള ടീമാണ്. ഫീൽഡിങ്ങിന് അത്ര മോശം ടീമായൊന്നും ആയിരുന്നില്ല ചെന്നൈ കഴിഞ്ഞ സീസണിലൊന്നും. പക്ഷേ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ ആ ക്യാച്ച് എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബാക്കിയുള്ള 5 താരങ്ങൾ 1 ഡിജിറ്റിലാണ് ഔട്ടായെന്ന്, ഇരട്ടയൊക്കെ കിടക്കാൻ പറ്റാത്ത ബാറ്റ്സ്മാനിൽ ഇപ്പം ഈ താരം കൂടെ പോയിരുന്നെങ്കിൽ പഞ്ചാബ് കൂപ്പ് കുത്തി തന്നെ. ഒരു 150 മത്സരമാണ്, എന്തും സംഭവിക്കും. പക്ഷേ ഒരു 150 റണ്ണിന് എറിഞ്ഞിടാൻ ചെന്നൈക്ക് പറ്റുമായിരുന്നു. പക്ഷേ ഈ ബൗളർമാർ മാത്രം വിചാരിച്ചിട്ട് കൊണ്ട് നടക്കുന്നില്ല, കാര്യമില്ല. ഫീൽഡർമാർ ഏറ്റവും കൂടുതൽ സംഭാവന നൽകേണ്ടതുണ്ട്. ഇപ്പം കാര്യം പറഞ്ഞു തരുമ്പോൾ നമുക്ക് പറയും ഇപ്പം ചെന്നൈയുടെ ഫീൽഡർമാർക്ക് ഉറങ്ങുവാണോ നോക്കി. ഇപ്പം ഇന്നലത്തെ മത്സരത്തിൽ സൈഫ് പറഞ്ഞ് 2 ടീമിനും കൂടുതൽ ക്യാച്ചുകൾ മിസ്സാക്കിയിട്ടുണ്ട്. ലൈറ്റിൻ്റെ ഇഷ്യൂ വേറെ ഇഷ്യൂ നമുക്ക് സംശയിക്കാമെന്ന് പറയാം. പക്ഷേ ആ ഒരു കാര്യം കൊണ്ട് മാത്രം നിൽക്കുന്നില്ല. ബാക്കി 6 ക്യാച്ചുകൾ കഴിഞ്ഞ 4 മത്സരത്തിനിടയിൽ ചെന്നൈ വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചെന്നൈയുടെ ഫീൽഡിങ് വളരെ ദാരിദ്ര്യം എന്ന് പറയാം, ദുരന്തമായി മാറുകയാണ്. അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പം അവർ ഏറ്റവും കൂടുതൽ വിജയിക്കാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആദ്യം വേണ്ടത് ഫീൽഡർമാരെ സെറ്റാക്കുന്നതിനാണ്. ബാറ്റിങ്ങിലും ബൗളിങ്ങിലും എന്തും സംഭവിക്കാം, എതിർ ടീമിനും കൂടി പിന്നെ ഒരു ഘടകമുണ്ട്. പക്ഷേ നമ്മുടെ ബൗളർമാർ മികച്ച രീതിയിൽ വരുമ്പോൾ ഫീൽഡ് പ്ലേസ്മെൻറ്റും ക്യാച്ചും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നായകൻ ഫീൽഡ് പ്ലേസ്മെൻറ്റ് നടത്തിയിട്ട് കാര്യമില്ല. അവിടെ ഫീൽഡർമാർ വെറുതെ കാഴ്ചക്കാരെ നിന്നിട്ടോ അല്ലെങ്കിൽ ബോൾ താഴെയിട്ടിട്ടും കാര്യം വരുന്നില്ല. ഇപ്പം പറഞ്ഞ പടിതാറിൻ്റെ ക്യാച്ച് ആയാലും ഈ നമ്മുടെ പ്രിയാൻഷുവിൻ്റെ ക്യാച്ച് ആയാലും ഇതൊക്കെ പിടിച്ചിരുന്ന മത്സരങ്ങളുടെ ഇത് തന്നെ മാറിയതിനെ, ടീമിൻ്റെ റിസൾട്ട് തന്നെ വേറെ ഒന്നായതിനെ, ചെന്നൈക്ക് മുന്നേറാൻ പറ്റിയാണ്. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഇന്നലെ ഇപ്പം ബാറ്റിംഗ് പറഞ്ഞാൽ 200 റൺ അടിച്ചിട്ടുണ്ട് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്കോർ തന്നെയാണെന്ന് പറയും നിലവിലെ ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം. അപ്പം ആ രീതിയിലേക്ക് മാറുമ്പോൾ ബാറ്റിങ്ങിന് കുറച്ചുകൂടി അനുകൂലമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണെന്നുള്ളത് കൂടി ശ്രദ്ധിക്കണം. അതെ, അവിടെയാണല്ലോ മറ്റവർ എത്ര അടിച്ചത്. അപ്പം ഈ ഒരു പിടിക്കാൻ വേണ്ടി പറ്റുന്ന ഫീൽഡിങ്ങിലൂടെ പിടിക്കാൻ പറ്റുന്ന ചെന്നൈക്ക് ഇന്നലെ വിജയിക്കാമായിരുന്നു. പഞ്ചാബിൻ്റെ പഞ്ചാബ് ക്യാച്ച് മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ ഒരു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്യാച്ച് വിട്ടാൽ തോറ്റു തന്നെ പറയാം. 5 ക്യാച്ചോ 4 ക്യാച്ചാണ്. അതിൽ കൂടുതൽ ക്യാച്ച് വിട്ട ചെന്നൈയാണ്. അതിന് തിരിച്ചടി ചെന്നൈക്ക് അല്ല. ഇന്നലത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും ചെന്നൈനെ സംബന്ധിച്ച് തിരിച്ചടി ആയിട്ടുള്ളത് ഈ ഫീൽഡിലെ മോശം പ്രകടനം തന്നെയാണെന്നുള്ളതാണ്. പക്ഷേ ഈ മോശം പ്രകടനം നോക്കും, നമ്മൾ 5 മത്സരങ്ങളിൽ നിന്ന് 24 ക്യാച്ച് അവസരങ്ങൾ കിട്ടിയിട്ട് 11 അതിൽ ചെന്നൈ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ക്യാച്ച് എഫിഷ്യൻസി വരുന്നത് 68.5 മറ്റുള്ള എല്ലാ ടീമുകളുടെയും മുംബൈ ഇന്ത്യൻസ് 87, RCB 87, KKR 87, അങ്ങനെ എല്ലാ ടീമുകളും 80-ന് മുകളിൽ നിൽക്കുന്ന സമയത്ത് ഇതിന് 68% ക്യാച്ച് 68.5 ചെന്നൈയുടെ ക്യാച്ച് എഫിഷ്യൻസി എന്നുള്ളതാണ്. ചെന്നൈക്ക് പിന്നിലുള്ളത് പഞ്ചാബാണ്. പഞ്ചാബ് 13 ക്യാച്ച് അവസരങ്ങൾ കിട്ടിയതിൽ 9 ക്യാച്ച്, അതായത് അവർക്ക് കിട്ടിയ ക്യാച്ച് അവസരങ്ങൾ കുറവാണ്. അതിൽ 9 തവണ അവർ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ എല്ലാ ടീമിനും ഇപ്പം പഞ്ചാബ് ഇന്നലത്തെ മത്സരത്തിൽ കണ്ടല്ലോ 4 ക്യാച്ച് മിസ്സാക്കിയിട്ടുണ്ട്. പക്ഷേ എല്ലാ ടീമുകളും പറയുമ്പം ഫീൽഡിങ് ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ബാറ്റ്മാൻ ഇതിലൊരു ഇത് പറഞ്ഞപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്തുകയാണ്. നേരത്തെ നമ്മൾ രണ്ടാമത് നിൽക്കുന്ന ടീം LS ടീം, അതുപോലെ തന്നെ പഞ്ചാബും 6 ക്യാച്ച് എന്നാണ് നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു പഞ്ചാബ് 9 ക്യാച്ചുകൾ വിട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇന്നലെ ഏറ്റവും മോശം ഫീൽഡിങ്ങിലുള്ള 2 ടീമാണ് ഏറ്റുമുട്ടിയത്. അതും വേണമെങ്കിൽ പറയേണ്ടി വരും. തീർച്ചയായും അവരുടെ ക്യാച്ച് എഫിഷ്യൻസി 59, അതായത് പഞ്ചാബിന്റെ ക്യാച്ച് എഫിഷ്യൻസി ചെന്നൈക്കാൾ താഴെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണുള്ളത്. ഈ പറഞ്ഞ പോലെ ഈ ടീമുകൾ കുറച്ചുകൂടി ഇതായിട്ട് നമ്മൾ ബാറ്റ്സ്മാരും ബോളർമാരാണ് എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അല്ലെങ്കിൽ അതിലിടക്ക് നമുക്ക് ഒരു വീണ് കിട്ടുന്ന മൊമെന്റാണ് റൺ ഔട്ട് ക്യാച്ച് കൊടുക്കുന്നത്. പക്ഷെ അതിനേക്കാൾ കിട്ടുന്ന അവസരങ്ങൾ ഈസി ക്യാച്ച് വരെ മിസ്സാക്കുന്ന ടീമുകളുണ്ട് പറയുമ്പോൾ അതിന് പിന്നെ ബാറ്റ്സ്മാർക്ക് അനുകൂലമാണ്. എങ്ങനെ എത്ര ഉയർത്തി അടിച്ചാലും പേടിക്കേണ്ട, ഭാഗ്യമുണ്ടെങ്കിൽ നിന്ന് പോകാൻ. പക്ഷേ അതിനേക്കാൾ ഇവർ ഇതും കൂടെ ടീമിൻ്റെ ടീം തന്ത്രത്തിൽ ഫീൽഡിംഗ് കോച്ച് മാത്രം കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇതുണ്ടാവും. ഇല്ലെങ്കിൽ ബാറ്റ്സ്മാരും ബോളർമാരും കടന്ന് പരിശ്രമിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽഡിൽ ചെന്നൈയുടെ ഒരു മോശം പ്രകടനം വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അത് കൃത്യമായിട്ട് ഋതുരാജ് ഗൈക്വാദും ക്യാപ്റ്റനും കോച്ചും അത് ആ വിഷയം ഉണ്ട് എന്നത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നത് അതിന് അവർ വർക്ക് ചെയ്യുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. നമുക്ക് ഇന്നലത്തെ മത്സരത്തിലേക്ക് വരാം. നമ്മൾ നോക്കുകയാണെങ്കിൽ പഞ്ചാബിന്റെ നിരയിൽ 42 പന്തിൽ 103 റൺസ് എടുത്ത ഒരു തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് പ്രിയാൻഷ് ആര്യ. പിന്നെ ഒരു സിംഗിൾ ഇട്ടിരിക്കുകയാണ്. ഇപ്പം ശർമ്മക്ക് പകരക്കാരനായിട്ട് ബാക്കപ്പ് ഓപ്പണറായിട്ട് നമുക്കൊരു താരത്തെ കിട്ടിയിരിക്കുകയാണ്. അതെ, 7 ബൗണ്ടറികളും 9 സിക്സുകളും അദ്ദേഹം നേടുന്നുണ്ട്. മറുവശത്ത് നോക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള 5 താരങ്ങൾ 6 പൊസിഷനിലുള്ള 5 താരങ്ങളും ചെറിയ സ്കോറിൽ സിമ്രാൻ സിംഗ്, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, സ്റ്റോയിനിസ്, നേഹൽ വധേര, മാക്സ്വെൽ, ഇങ്ങനെ ഫോമിലുള്ള പല താരങ്ങളും ഒരു ചെറിയ സിംഗിൾ ഡിജിറ്റിൽ പുറത്താകുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ക്രീസിൽ ഒത്തുചേരുന്ന ശശാങ്ക് സിംഗും യാൻസനും കൂടി അടിച്ചൊരടി, ആ അടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിന്റെ സ്കോർ ആ രീതിയിൽ ഒരു അവസാന സമയത്ത് അവർക്കൊരു ഊർജ്ജം ഒരു കൊടുത്തിട്ടുള്ള 200 കടത്തിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ നോക്ക്, തുടർച്ചയായി കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയത് തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ഇവരെ പഞ്ചാബ് ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്താനുള്ള ഒരു കാരണം. കാരണം 5 ക്യാച്ച് വിട്ടു എന്ന് പറയുമ്പോൾ 5 വിക്കറ്റ് എടുക്കാനുള്ള അവസരം ഒരേ താരങ്ങളുടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ചാൻസസ് ആണ്, 5 ക്യാച്ചുകളാണ് വിട്ട് കളയുന്നത്. മാത്രമല്ല മറുവശത്ത് ചെന്നൈയുടെ ബാറ്റിങ്ങിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും,
ചെന്നൈയുടെ ബാറ്റിങ്ങിൽ രജിൻ രവീന്ദ്ര 36 റൺസ്, ഓപ്പണിങ്ങിൽ ഒരു മികച്ച തുടക്കം കിട്ടിയിട്ടുണ്ട്, മികച്ചൊരു തുടക്കം തന്നെ കിട്ടിയിട്ടുണ്ട്. ആക്രമിച്ച് കളിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ പോലും അഗ്രസീവായിട്ട് കളിച്ചിട്ട് ഇപ്പോൾ നോക്ക് കോൺവേ നോക്ക് 49 പന്തിൽ 69 റൺസാണ്. എത്ര ഒരു മികച്ച ഇന്നിങ്സ് തന്നെയാണ്, നമ്മളതിൽ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷെ മറുവശത്ത് ഒരു ചെറിയ ഒരു അഗ്രഷനിൽ ഒരു കുറച്ചും കൂടി ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ സ്കോർ 18 റൺസ് എന്ന് പറയുന്നത് ജസ്റ്റ് അതായത് 3 ഷോട്ട്സ് അവേ, 3 സിക്സുകൾക്ക് മാത്രം അപ്പുറമുള്ള ഒരു റണ്ണാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഒരു അഗ്രഷൻ അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം റിട്ടയർഡ് ഹർട്ട് ആവുന്നത്. കഴിഞ്ഞ മാസത്ത് പറഞ്ഞ പോലെ പിന്നെ ധോണി അവസാനം ഓവർ ക്യാച്ച് പിടിച്ച് പോവുകയാണ്, ക്യാച്ച് ഔട്ട് ആവുകയാണ്. പക്ഷേ ധോണി ഉണ്ടായിരുന്നെങ്കിൽ ഈ 3 സിക്സിന്റെ ഒരു ഇത് പഴയ ധോണി നമ്മൾ പ്രതീക്ഷിക്കായിരുന്നു. ഇപ്പോഴത്തെ ധോണിയിൽ അത്ര പ്രതീക്ഷയുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇപ്പൊ നോക്കൂ, ഞാൻ കളി അവസാന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ 10-11 പന്തിൽ 7 സിക്സ് അടിക്കണം. ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു ടഫ് സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനിലേക്ക് എത്തിക്കരുത് മാച്ച് എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ധോണി ക്രീസിൽ ഉണ്ടാകുന്ന സമയത്ത് പണ്ടും ഇതുപോലെ ആ ധോണി ഈ കൂറ്റനടികൾ ഫിനിഷ് ചെയ്യുന്ന മത്സരങ്ങൾ ഒരുപക്ഷെ കുറച്ചുകൂടി ഈസി വിന്നായിരുന്ന മത്സരങ്ങൾ ഇതുപോലെ എത്തിച്ചിട്ടാണ് ധോണി അടിച്ച് തീർക്കാറുണ്ടായിരുന്നത്. പല മത്സരങ്ങളും അങ്ങനെയായിരുന്നു. ഈ പറഞ്ഞ പോലെ പിന്നെ ഒരു 15 ബോളിൽ 35 എടുക്കുന്നത്, ചിലപ്പോൾ 8 ബോളിൽ 30 അവസ്ഥയിലേക്ക് എത്തും, എന്നിട്ട് ധോണി അടിച്ച് ജയിപ്പിക്കുന്നത്. ആ രീതിയിലേക്കാണ് ധോണി ഒരു ത്രില്ലർ മാച്ചിലേക്ക് എത്തിക്കാറുണ്ട്. ആ ഒരു ധോണി നമുക്ക് അതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവസാന ഓവറിൽ 20 റണ്ണായിരുന്നാലും ധോണി ക്രീസിലുണ്ടെങ്കിൽ, സ്ട്രൈക്കിലുണ്ടെങ്കിൽ ഈ മത്സരം നഷ്ടപ്പെടുന്നുള്ളത് പണ്ട് സഞ്ജു സാംസണൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജസ്ഥാൻ മത്സരം ധോണി ബായിയാണ് നിൽക്കുന്നത്, ഒരു പ്രതീക്ഷയില്ല, ബോളോട് സന്ദീപ് ശർമ്മയോട് വെറുതെ എറിയാൻ വേണ്ടി പറഞ്ഞിട്ട് വരുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, അന്നത്തെ ഒരു ധോണി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അന്ന് അദ്ദേഹം ഇത്രയും ഒരു ഇത് ചെയ്തിട്ടല്ല അടിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ഈസി ആയിരുന്നു. ഹെലികോപ്റ്റർ ഷോട്ടുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അനായാസാണ് അടിച്ച്. IPL ഏറ്റവും ഒരു സുന്ദര ഇത് പറഞ്ഞാൽ ധോണിയുടെ ഹെലികോപ്റ്റർ ഷോട്ട് കൂടുതൽ കാണാമെന്നുള്ള ഇത് മാത്രമായിരുന്നു. പക്ഷെ ഇന്നലത്തെ മാച്ച് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് മധ്യനിരയിൽ കുറച്ചും കൂടി റൺസ് ചെന്നൈ നേടേണ്ടതായിരുന്നു എന്നുള്ളതാണ്. അവസാന സമയത്ത് ഒരു ഇതിനേക്കാൾ കുറച്ച് കുറഞ്ഞ സ്കോറാണ്, അതായത് റിക്കവറി റേറ്റ് കുറച്ചും കൂടി കുറഞ്ഞൊരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അടിക്കാന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ധോണി നിൽക്കുന്ന സമയത്ത് ആരാധകർക്കുള്ള ഒരു ആവേശം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കളി കാണുന്ന സമയത്ത് നമുക്കറിയാം 11 പന്തിൽ 7 പന്ത് സിക്സ് അടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് ടഫായിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം ഒരു ബോളർ മറുവശത്ത് അത്ര, അതായത് മോശം ബോളേഴ്സ് ഒന്നല്ല ഈ പഞ്ചാബിനുള്ളത്. അപ്പം അത്രയും മികച്ച ഒരു ബോളർ പന്ത് എറിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ, അതായത് ഇനി എറിയുന്ന ആ 2 ബോളർമാരായിരിക്കും ഇപ്പം അവസാനം 2 ഓവർ എറിയുന്നത്. ഈ 11 പന്തിൽ 7 സിക്സ് അടിക്കുക എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ക്രിക്കറ്റിന്റെ ചരിത്രം അതൊരു ചരിത്രം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് ഈ മാച്ച് എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിലിപ്പോൾ നമ്മൾ പറയുന്ന പോലെ നമുക്ക് പിന്നെ ചെന്നൈയുടെ ക്യാപ്റ്റൻ മികച്ച ഫോമിലാണെന്ന് സീസണിൽ ഭേദപ്പെട്ട പ്രകടനം നടത്തുന്ന താരമാണ് ഗെയ്ക്വാദ്. പക്ഷേ ഗെയ്ക്വാദിന്റെ വിക്കറ്റ് ഇന്നലെ പെട്ടെന്ന് നഷ്ടമാണ്, അതൊരു തിരിച്ചടിയായിട്ടുണ്ട്. പിന്നെ നമുക്ക് ജഡേജയ്ക്കും കാര്യമായിട്ട് ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അല്ല, ഞാൻ ജഡേജയില് ഈ പറയുമ്പോൾ റിട്ടയർഡ് കോൺവേ റിട്ടയർഡ് ഔട്ടായിട്ട് ജഡേജ വരുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ ജഡേജ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു പഴയ ഹിറ്റിംഗ് ഇതിലേക്ക് കപ്പാസിറ്റിയിലേക്ക് അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല. എനിക്ക് പണ്ട് RCBക്കെതിരെ അവസാന ഓവറിൽ 4 സിക്സ് ഒക്കെ അടിച്ചിട്ട് അദ്ദേഹം ടീമിന്റെ സ്കോർ വലിയ രീതിയിലേക്ക് എത്തിച്ച മത്സരങ്ങളൊക്കെ ഉണ്ട്, ടീമിനെ വലിയ സ്കോറിലേക്ക് എത്തിച്ച മത്സരങ്ങളൊക്കെ ഉണ്ട്. അതായത് തുടർച്ചയായി സിക്സറുകൾ അടിക്കാൻ കഴിയുമായിരുന്ന ജഡേജ ഇന്നില്ല. ആ ജഡേജയുടെ നിഴല് മാത്രമാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ചെന്നൈ ടീമിൽ ഈ പറഞ്ഞ നിഴലുകൾ മാത്രമല്ല, ധോണിയുടെയും ജഡേജയുടെ ഒക്കെ വേറെ കാര്യം. മൊത്തത്തിൽ ടീമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. അതിനകത്ത് വേറെ സംശയങ്ങളൊന്നുമില്ല. എന്തായാലും ഇനിയിപ്പോൾ ഉള്ള മത്സരങ്ങളെല്ലാം ഇപ്പോൾ എന്താ പറയുക, ആശ്വാസകരമായിട്ട് ആരാധകർക്ക് എന്തെങ്കിലും ഒരു ഇത് കൊടുക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ് കൈവിട്ടു കളഞ്ഞത്. ഇന്നലെ ഈ പറഞ്ഞ ചെന്നൈയുടെ ആരാധകർക്ക് ഇന്നലെ വലിയ നിരാശ ഉണ്ടാവില്ല. ധോണി ബൈയുടെ സിക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്, തല തിരിച്ചു വന്നതൊക്കെയാണ് കമന്റുകൾ. അല്ല, ഞാൻ ഇത് മത്സരം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരാധകരുടെ ഒരു ആവേശമൊക്കെ ഇപ്പൊ ധോണി അടിക്കുന്ന സമയത്തൊക്കെ ആ സമയത്ത് പോലും നമ്മൾ ആരാധകരുടെ ഫേസ്, അതായത് ഗ്രൗണ്ടിൽ കളി കാണുന്ന ആളുകളുടെ ഫേസ് എന്ന് പറഞ്ഞാൽ അവർക്ക് വിഷമമൊന്നുമില്ല, അവർക്ക് അവർ ഹാപ്പിയാണ്. പക്ഷെ ധോണിയുടെ വിക്കറ്റ് പോയപ്പോഴാണ് അവരിൽ പലരും അതായത് അപ്പോഴേ ഏകദേശം ടീമിന്റെ തോൽവി ഏകദേശം ഉറപ്പായ ഒരു സാഹചര്യത്തിലാണ് ധോണി ഔട്ട് ആവുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ IPL ആഗ്രഹം മാത്രമാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അതെ. അതായത് ആരാധകർ വരുന്നത്, കളി കാണാൻ ആരാധകർ വരുന്നത് ധോണിയെ കാണാൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അവർ ഹാപ്പിയാണ്. ഇപ്പോൾ ധോണി ഇത്രയും ഒരു സ്ട്രൈക്കിൽ ഒരു റൺസ് എടുക്കുന്നത്, അത് ചെറിയ ഇന്നിങ്സ് ആണെങ്കിൽ പോലും അത് എടുക്കുന്നത്, അതായത് അദ്ദേഹം അടിക്കുന്നു, അദ്ദേഹം ട്രൈ ചെയ്യുന്നു, ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു വേറൊരു ഇമോഷണൽ തലത്തിൽ കൂടെയാണ് അത് അവർ കാണുന്നത്. പക്ഷെ ടീമിനെ സംബന്ധിച്ച് നടത്തണം എന്നുണ്ടെങ്കിൽ, മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വിജയം തന്നെ അനിവാര്യമാണ്. നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്ന് പറയും. പക്ഷെ അത് ചില
CSK ആരാധകർക്ക് അറിയില്ല എന്നുള്ളതാണ് വേറെ സത്യാവസ്ഥ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇപ്പം അന്ന് സൈഫ് തന്നെ പറഞ്ഞിരുന്നു ഇപ്പം അങ്ങനെയല്ല ചെന്നൈ ആരാധകർക്കും അറിയാം കളി പിടിക്കാൻ വേണ്ടി തന്നു. പക്ഷെ അതിന് താഴെ മറ്റ് ഒന്ന് പോയാൽ നമുക്ക് ധോണിയുടെ 6 ഉണ്ടാവുന്ന പറയുന്നത് ആരാധകരുണ്ട്. അത് വിട്ട് കളയാം. നമുക്ക് അത്തരം ആരോഗ്യകരമായ ചർച്ചകളും അഭിപ്രായങ്ങളും കൂടി നമുക്ക് വരുമ്പോഴാണ് നമ്മൾ അഭിപ്രായങ്ങൾക്കെതിരല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോഴും വേണ്ടത് ഇത് മാത്രമാണെന്നില്ലാണ്. അവർക്ക് ഇന്നലത്തെ സന്തോഷമായിരിക്കും ധോണിയുടെ 3 6 കാണാൻ വേണ്ടി പറ്റി, പിന്നെ ഒരു എന്താ പറയുക പവർ ഹിറ്റിംഗ് കാണാൻ വേണ്ടി പറ്റി. അത് പഴയ ഫ്ലോയിൽ അല്ലെങ്കിൽ കൂടി ധോണി ഇപ്പോഴും ഫോമിലാണ്, ധോണി ഇപ്പോഴും ഇന്നത്തെ ഫോമിലാണെന്നാണ് അവർ പറയുന്നത്. സ്റ്റെമ്മിംഗിൽ ഫോമിലായിരുന്നു, ഇപ്പം ബാറ്റിംഗിലും ഫോമായി എന്ന് പറയുന്നുണ്ട്. അല്ല, അത് നമ്മളങ്ങനെ പറയുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് എന്ന് പറയുന്ന സംഭവം മാത്രമല്ലല്ലോ ഒരു ടീമിന് വേണ്ടത്. ഇപ്പൊ അടുത്ത ചോദ്യം വരുന്നത് എന്തിനാണ് നിങ്ങൾ ധോണിയെ അറ്റാക്ക് ചെയ്തത്? ധോണി അല്ല, നമ്മൾ ധോണിനല്ല അറ്റാക്ക് ചെയ്തത്. ഈ വീഡിയോയിൽ ഉടനീളം നമ്മൾ സംസാരിച്ചത് ചെന്നൈയുടെ മോശം ഫീൽഡിങ്ങിനെ കുറിച്ചാണ്. പോയിന്റ് മാത്രമേ ബാക്കിയുണ്ടാവും. നിങ്ങൾ ധോണിയാണ് എന്നും എവിടെ കൊണ്ട് എത്തിക്കുന്നു പറയും. അത് അല്ല, അത് അത്തരം ആരോഗ്യകരമായ ചർച്ചകൾ കൂടി നടക്കട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും അത് സ്വാഗതം ചെയ്യാണ് വേണ്ടത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ഈ ഫീൽഡിങ്ങിലെ ഈ പ്രശ്നം ഋതുരാജും ഫ്ലമിങ്ങും ഒക്കെ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക്, അതൊരു ചർച്ചയാക്കുന്ന സ്ഥിതിക്ക് അതിനെ ഇത് മാത്രമല്ല കേട്ടോ, ഈ ഫീൽഡ് സെറ്റപ്പിലും പ്രശ്നം പറയുന്നുണ്ട് കേട്ടോ. അതായത് ബൗളർമാരായിട്ടുള്ള നൂർ അഹമ്മദിനെയും, ഇത് ഞാൻ വിട്ടുപോയതാണ് ചർച്ചയിലെ ഇടയിൽ, നൂർ അഹമ്മദിനെയും അതുപോലെ തന്നെ മുകേഷ് ചൗധരിനെയും കൂടുതൽ സമയം എന്തിനാണ് ബൗണ്ടറിയുടെ അടുത്തേക്ക് നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതൊരു ഫീൽഡിങ്ങിലൊരു പ്ലാനിങ് ഇല്ലായ്മയാണ് എന്നുള്ള രീതിയിലും അത് ചർച്ചയാകുന്നുണ്ട്. എന്തായാലും ടീമിന് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും.